പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രഷർ പമ്പ് വാങ്ങുന്ന എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എവിടെയൊക്കെയാണ് ചെറിയ മോഡലുകൾ സൂട്ടബിൾ ആയിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾ പമ്പ് വയ്ക്കാൻ പോകുന്നത് ഒരു ബാത്റൂമിലേക്ക് മാത്രം പോകുന്ന ലൈനാണെങ്കിൽ അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്കുകൾ വെക്കണം? കോമൺ ലൈനിലാണെങ്കിൽ ടാങ്കുകൾ വെക്കണം. ഒരു ബാത്റൂമോ അല്ലെങ്കിൽ ഒരു വാഷ് ബേസിനോ ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യം ആ റേഞ്ചിലാണ് പമ്പിൻ്റെ സ്വിച്ചിങ്. ഇതിനൊരു ബാക്ക് പ്രഷർ ഉണ്ട്. നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു റിട്ടേൺ പ്രഷർ പെട്ടെന്ന് പമ്പിൽ ലോഡ് ചെയ്യും. ചില ആൾക്കാർ നമ്മൾ ഈ ഓൺലൈനായിട്ട് വാങ്ങുന്ന കൺട്രോളർ പോലുള്ള സംവിധാനങ്ങൾ വെക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ടാപ്പ് തുറന്നു, ജസ്റ്റ് ഒന്ന് കൈ കഴുകി അടച്ചു, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മോട്ടോർ ഓൺ ആവേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രഷർ പമ്പ് സെലക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് പ്രഷർ പമ്പ് വാങ്ങുന്ന എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതേപോലത്തെ ഈ 24 ലിറ്റർ ടാങ്ക് വരുന്ന ഒരു വലിയ പ്രഷർ ടാങ്ക് ഉള്ള മോഡൽ എടുക്കണോ, അല്ലെങ്കിൽ മിനി ടൈപ്പ് 2 ലിറ്റർ 1 ലിറ്റർ ടാങ്ക് ഒക്കെ വരുന്ന ചെറിയ മോഡൽ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെറിയ മോഡൽ, എവിടെയൊക്കെയാണ് ചെറിയ മോഡലുകൾ സൂട്ടബിൾ ആയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഇതേപോലത്തെ ടാങ്ക് ഉള്ള ടൈപ്പ്, അതിലെങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രഷർ പമ്പ് സെലക്ട് ചെയ്യാൻ നേരത്ത് ആദ്യം നിങ്ങളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ എത്ര ബാത്റൂമിലേക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതിൽ ഉപയോഗിക്കുന്ന ഷവറിൻ്റെ ഹെഡ് എത്രയാണ്, എത്ര എണ്ണം അറ്റ് എ ടൈം വർക്ക് ചെയ്യണം, ഇതേപോലെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു പമ്പ് സെലക്ട് ചെയ്യുക. ഇനി എന്തിനാണ് നമ്മൾ ഇതേപോലത്തെ ടാങ്ക് ഉള്ള ടൈപ്പ് 24 ലിറ്റർ 60 ലിറ്റർ 100 ലിറ്റർ എല്ലാം ടാങ്ക് ഉള്ള ടൈപ്പ് മോഡലുകൾ വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പമ്പ് വയ്ക്കാൻ പോകുന്നത് ഒരു ബാത്റൂമിലേക്ക് മാത്രം പോകുന്ന ലൈനാണെങ്കിൽ, ഒരു ബാത്റൂമോ 2 ബാത്റൂമോ മാത്രം പോകുന്ന ലൈനാണെങ്കിൽ ആ ബാത്റൂമുകളിലെ ടാപ്പോ ഷവറോ ഓൺ ആകുമ്പോൾ മോട്ടോർ ഓൺ ആവുന്നു, അടയ്ക്കുമ്പോൾ ഓഫ് ആവുന്നു. അതായത് പെർ മിനിറ്റ് അല്ലെങ്കിൽ പെർ അവറിൽ വരുന്ന ഓൺ ഓഫ് ടൈം വളരെ കുറവായിരിക്കും. അതായത് ഓൺ ആവുന്നത് ഓഫ് ആവുന്നതുമുള്ള ടൈമിംഗ് കുറവായിരിക്കും. മറിച്ച് ഇതൊരു കോമൺ ലൈനിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 ബാത്റൂമേ നിങ്ങൾക്കുള്ളൂ, മറിച്ച് കിച്ചണിലേക്കും കോമൺ ഏരിയയിലേക്കും ഒരു ഗാർഡനിലേക്കൊക്കെ ഉള്ള ഒരു കോമൺ ലൈനിൽ നിങ്ങൾ അതേപോലത്തെ ചെറിയ ടാങ്കുള്ള പമ്പ് വെച്ചാലുള്ള പ്രശ്നം, ഒരു കിച്ചണൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ വർക്കിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ടാപ്പുകൾ എപ്പോഴും ഓൺ ആവുകയോ ഓഫ് ആവുകയും ചെയ്യുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഒരു ഡൈനിങ് റൂമിലൊക്കെ ആണെങ്കിൽ കൈ കഴുകാനായിട്ട് ജസ്റ്റ് ഓണാക്കി ഓഫാക്കി അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മോട്ടോർ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. ഒരു പ്രീമിയം മോഡൽ പമ്പ് പോലും മാക്സിമം പറയുന്നത് 100 തവണ ഒരു മണിക്കൂറിൽ ഓൺ ആവാനും ഓഫ് ആവാനുമാണ് അവരുടെ മാക്സിമം പെർമിസിബിളായിട്ട് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഒരു കേസുകൾ കോമൺ ലൈനിൽ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ പമ്പുകൾ കൊടുക്കാൻ നേരത്ത് ഇതേപോലെ ഓണായി ഓഫായി പമ്പിൻ്റെ ലൈഫ് ഒരുപാട് കുറയും, മോട്ടറിന് കംപ്ലയിൻറ്റ് വരും. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഇതേപോലത്തെ 24 ലിറ്റർ 60 ലിറ്റർ അതേപോലെ ടാങ്കുകൾ വെക്കുന്നത്. അത് എന്തിനാണെന്നുള്ളത് നമ്മളിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ ബിനിച്ചേട്ടനും കൂടെ ഉണ്ട്, ബിനിച്ചേട്ടൻ കാണിച്ചു തരും. അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്കുകൾ വെക്കണം, കോമൺ ലൈനിലാണെങ്കിൽ ടാങ്കുകൾ വെക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എൽദോസ് പറഞ്ഞ പോലെ എന്തിനാണ് പ്രഷർ പമ്പിന് ടാങ്കിൻ്റെ ആവശ്യകത? അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു പ്രഷർ സ്വിച്ചും ഒരു മോട്ടറും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രഷർ പമ്പ് റെഡിയാക്കാം. കാരണം ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ മോട്ടർ ഓൺ ആവുക, അതുപോലെ ടാപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ മോട്ടർ ഓഫ് ആവുക. അതാണ് ഒരു പ്രഷർ പമ്പിനെ സംബന്ധിച്ച് പ്രഷർ സ്വിച്ച് ചെയ്യണ ഇത്. ആ ടാപ്പ് ആ ലൈനിൽ ലോഡ് ചെയ്തിരിക്കുന്ന പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്വിച്ച് ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ എന്തിനാണ് ഈ കമ്പനി ഈ ആവശ്യങ്ങൾക്ക് പുറമേ ഒരു ടാങ്ക്, അത് പല അളവിലുണ്ട്, 2 ലിറ്റർ ഉണ്ട്, 24 ലിറ്റർ ഉണ്ട്, 60 ലിറ്റർ ഉണ്ട്. അത് ഒരേ പെർമിഷനനുസരിച്ചിട്ട് ഉള്ള വേരിയേഷൻ പറയുന്നുണ്ട്. അതെന്താണ് അതിൻ്റെ ആവശ്യകത? അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ്. അത് നമ്മളിന്ന് ഇത് ടാങ്ക് വെച്ചിട്ടുള്ള രീതിയും ടാങ്ക് ഇല്ലാതെയുള്ള രീതിയും ഈ സെയിം പമ്പിൽ തന്നെ ചെക്ക് ചെയ്യാം. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ക്ലാസിക്കിൻ്റെ ഒരു 3/4 HP ഡബിൾ സ്റ്റേജ് പമ്പാണ്, മൾട്ടി സ്റ്റേജ് പമ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 2.something kg പ്രഷർ ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പമ്പ്. അത് 2 ബാത്റൂം ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ചെറിയ പമ്പാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടാപ്പ്, അത് മോട്ടറിൽ നിന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ പമ്പ് ലോഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു ചെറിയ ഇതുണ്ട്, ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ടാപ്പ് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്താൽ ചിലപ്പോൾ ഇവിടെ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു വാൽവാണ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഒരു ടാപ്പ് ഓൺ ചെയ്തിട്ട് എത്ര സമയം പമ്പ് വർക്ക് ചെയ്യാതെ നിൽക്കും, ലോഡിൽ നിൽക്കും. ഇതാ നമ്മളൊരു ബാത്റൂമോ അല്ലെങ്കിൽ ഒരു വാഷ് ബേസിനോ ഉപയോഗിക്കാനുള്ള ടാപ്പിൻ്റെ നമുക്ക് കൈ കഴുകാനുള്ള സമയം, ഇത്രയും ഡിലേയിലാണ് ആ പമ്പ് ഓണായത്. ഇപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്.
നോക്കുക പമ്പ് ഓഫായി. ഇത് ഇത്രയും പ്രഷർ ജനറേറ്റ് ചെയ്ത് പമ്പ് ഓഫായി. ഒരു പമ്പിനെ സംബന്ധിച്ച് ഒരു സേഫായ റണ്ണിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വിച്ചിങ്, അത് ഇപ്പോൾ നമ്മളൊരു സാധാ സ്വിച്ചിനെ സംബന്ധിച്ചാണേലും ഇത്ര 1000 സ്വിച്ചിങ് 2000 സ്വിച്ചിങ് എന്ന് ഒരു കമ്പനി പറയുന്നുണ്ട്. സാധാ നമ്മുടെ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് അത്രയാണ് അതിൻ്റെ സ്വിച്ചിങ് ലൈഫ്. അതുപോലെ തന്നെ ഈ പ്രഷർ പമ്പിലും ഇതിന് സ്വിച്ചിനും ടൈമിംഗ് പറയുന്നുണ്ട്, പമ്പിന് ഓണിന് ടൈമിംഗ് പറയുന്നുണ്ട്. ഒരു മണിക്കൂറിൽ ഒരു 100 തവണയൊക്കെ ഓഫായി ഓണാവുക. അതായത് ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യം എന്നുള്ളതാണ്. ഒരു മിനിറ്റ് 2 പ്രാവശ്യം ഓണായാൽ 120 പ്രാവശ്യം ഓണാവും പമ്പ്. 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യത്തെ സംതിങ്, അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് കൂട്ടിക്കോ, ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യം ആ റേഞ്ചിലാണ് പമ്പിൻ്റെ സ്വിച്ചിങ് സേഫായിട്ടുള്ള സ്വിച്ചിങ് നടക്കാവുള്ളൂ എന്നാണ് കമ്പനിയുടെ ഒരു ഡയറക്ഷൻസിൽ പറയുന്നത്. ഈ സ്വിച്ചിങ് സിസ്റ്റം ഉപയോഗിക്കേണ്ട വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ലൈനിൽ ലോഡ് ചെയ്യുന്ന പമ്പുകൾക്കാണ്. ഒരു ബാത്റൂമിലെ സംബന്ധിച്ച് ഒരാളൊന്ന് കയറി ജസ്റ്റ് ബാത്റൂം കയറിയിട്ട് പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീണ്ടും ആ ലൈൻ ഓൺ ആവുന്നത്. പക്ഷേ ഒരു കിച്ചൺ, ഗാർഡൻ, അതുപോലെ ബാക്കിയുള്ള ടാപ്പുകളെല്ലാം ലോഡ് ചെയ്തിരുന്ന വീട്ടിൽ അത് ഇൻസ്റ്റൻ്റായിട്ട് ഒരാൾ ഇപ്പോൾ ജസ്റ്റ് കൈ കഴുകി അപ്പോഴായിരിക്കും കിച്ചണിൽ അടുത്ത ടാപ്പ് തുറക്കുന്നത്. ആ സമയത്ത് ആയിരിക്കും ബാത്റൂമിൽ അടുത്ത ടാപ്പ് ഓപ്പൺ ആവുന്നത്. അത് നമുക്കൊരിക്കലും അതിൻ്റെ ടൈമിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും പമ്പിന് സ്വിച്ചിങ് ഒരു റെഗുലർലി ആ പമ്പ് വർക്കാവുന്ന ഒരു ഇതിലേക്ക് വരും. സ്വിച്ചിങ് ഫങ്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആ സ്വിച്ചിങ്ങിൻ്റെ ഡിലേ കൂട്ടുക, പമ്പിൻ്റെ ലൈഫ് കൂട്ടുക, അതുപോലെ നമ്മളെ പ്രഷർ കൺട്രോളിൻ്റെ സ്വിച്ചിൻ്റെ ലൈഫ് കൂട്ടുക, ഇതെല്ലാം ഈ ടാങ്കിൻ്റെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഇതിനൊരു ബാക്ക് പ്രഷർ ഉണ്ട്. നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു റിട്ടേൺ പ്രഷർ പെട്ടെന്ന് പമ്പിൽ ലോഡ് ചെയ്യും. അത് ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ നമുക്കത് കിട്ടും. ആ സ്പൈക്ക് അനലോഗ് മീറ്ററിൽ കിട്ടാൻ നമുക്ക് നോക്കാം കിട്ടുമെന്ന്. അത് ചില സംടൈം കിട്ടാൻ ചെറിയൊരു ഇതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് മീറ്റർ ഒന്ന് നോക്കിക്കോട്ടോ. അപ്പോൾ ഒന്ന് മീറ്റർ ഹൈ, അതായത് നോർമൽ ഇപ്പം നിൽക്കുന്ന ഈ പ്രഷറിനേക്കാൾ ഒന്ന് കൂടിയിട്ട് റിട്ടേൺ വരും. ഞാനിപ്പോൾ വാൽവ് തുറക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ പ്രഷർ താഴേക്ക് വന്ന് പമ്പ് സ്വിച്ചിങ് ആവണേ. ഇത് എത്ര kg പ്രഷർ ലൈനിൽ സെറ്റ് ചെയ്തേക്കണതിൻ്റെ ലെവൽ. ഇപ്പോൾ പമ്പ് ഓണായി. ഇനി ഞാൻ സഡനായിട്ട് ഈ വാൽവ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അനലോഗിൽ അത് കിട്ടില്ല. പെട്ടെന്ന് തുറന്നിട്ട് അടയ്ക്കൂ. ഇപ്പോൾ പെട്ടെന്ന് തുറക്കൽ ഇത്തിരി കടുപ്പായിപ്പോയി. ഈ ടാങ്ക് ഇപ്പോൾ നിലവിലുണ്ടായിരുന്നു. ടാങ്ക് ഉള്ളതുകൊണ്ട് ആ പ്രഷർ ബാലൻസ് ചെയ്താവനും ടാങ്കിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ പ്രഷർ ബാലൻസ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ടാങ്കിനുണ്ട്. പിന്നെ നമുക്ക് ടാങ്ക് ഇല്ലാതെ ചെക്ക് ചെയ്യുമ്പോഴത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ടാപ്പ് തുറന്നു, ജസ്റ്റ് ഒന്ന് കൈ കഴുകി അടച്ചു, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മോട്ടർ ഓൺ ആവേണ്ട ആവശ്യമില്ല. അതായത് മറ്റുള്ള ചെറിയ മോട്ടറുകളായി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ആവശ്യത്തിന് തുറന്ന് അടച്ചു കഴിയുമ്പോഴും മോട്ടർ ഓൺ ആവും. ഇപ്പോൾ നമ്മളിപ്പോൾ 1-2 തവണ സ്വിച്ച് ചെയ്തിട്ടും മോട്ടർ ഓൺ ആയിട്ടില്ല. അതേപോലെയുള്ള ചെറിയ പർപ്പസുകൾ വരാൻ നേരത്ത് മോട്ടർ ഓൺ ആവേണ്ട കാര്യമില്ല. ഇപ്പോഴും ഓണായി, നമ്മുടെ മോട്ടർ ഓൺ ആയിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഓഫായി, നമ്മൾ ടാപ്പ് ഓൺ ചെയ്തു, ഓഫ് ചെയ്തു, ടാപ്പ് ഓൺ ചെയ്തു, ഓഫ് ചെയ്തു, അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഒന്നും മോട്ടർ സ്വിച്ച് ആവേണ്ട കാര്യമില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം പറഞ്ഞ ഓൺ ഓഫ് ടൈമിംഗ് പറഞ്ഞത് അതാണ്. നമ്മളിത് ഒട്ടിക്കാത്തവരാണ് ഇടയ്ക്കിടയ്ക്ക് തള്ളിപ്പോകുന്നത്. പിന്നെ നമ്മൾ ഇതേ പർപ്പസ്, ബിനിച്ചേട്ടൻ ആദ്യം പറഞ്ഞ ഈ ഹാമറിങ്ങിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ പമ്പുകളിലാണെങ്കിൽ ഒരു 2 ലിറ്റർ 1 ലിറ്ററിൻ്റെ ഒക്കെ ടാങ്ക് വെക്കുന്നത്. അതൊരു കുഷ്യൻ പോലെ ആക്ട് ചെയ്യും. നമുക്ക് ഈ വാട്ടർ കംപ്രസ് ചെയ്യാൻ പറ്റാത്ത സാധനം ആയതുകൊണ്ട് തന്നെ സഡനായിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ആ ബാക്കിൽ കിട്ടുന്ന പ്രഷർ നമ്മൾ ഈ ചെറിയ പമ്പുകളിൽ വെക്കുന്ന 2 ലിറ്റർ 1 ലിറ്റർ ടാങ്കൊക്കെ കുഷ്യൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഈ ഓൺലൈനായിട്ട് വാങ്ങുന്ന കൺട്രോളർ പോലെയുള്ള സംവിധാനങ്ങൾ വെക്കുമ്പോൾ ഈ കുഷ്യൻനെസ് ഉണ്ടാവില്ല. അതായത് മോട്ടറിലേക്ക് ഹാമറിങ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു നോൺ റിട്ടേൺ വാൽവ് ഉണ്ടെങ്കിൽ പോലും ഈ ലൈനിൽ സഡനായിട്ട് വരുന്ന സ്പൈക്ക് നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഓൺ ചെയ്തും ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ മോട്ടർ ഓൺ ആയത്. അതാണ് ഇതിൻ്റെ മെയിൻ ടാങ്കിൻ്റെ ഒരു പർപ്പസ്. ഇതിനെ നമ്മൾ സൈക്ലിംഗ് ടൈം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി നമ്മൾ വീണ്ടും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ ഡിലേ, അതായത് സൈക്ലിംഗ് ടൈം വീണ്ടും കൂട്ടാൻ പറ്റും. വിജയേട്ടൻ്റെ കറണ്ട് കൺസപ്ഷൻ ഒന്ന് 2.6 ആണ് ഈ മോട്ടറിൻ്റെ 2.6 ആംപിയറാണ് ഇപ്പോൾ നമ്മുടെ മോട്ടർ ലോഡ് ചെയ്തിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്. മോട്ടർ ഓഫായി. അപ്പോൾ നമ്മൾ ടാങ്ക് ഒഴിവാക്കിയിട്ട് ഒരു സാധാ പ്രഷർ പമ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ഏത് മോട്ടറിനും നമ്മൾ ചെയ്യുന്ന ഒരു പ്രഷർ പമ്പ് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ള മെത്തേഡാണിത്. ഏത് പമ്പിനും ചെയ്യാം ഇത്. അപ്പോൾ അതിനകത്ത് നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യാം.
മോട്ടോർ ഓഫ് ആവും. അപ്പോൾ ഇനി നമ്മൾ ടാങ്ക് ഇല്ലാണ്ട് നോക്കുകയാണ്. ഇപ്പോൾ പ്രശ്നം പറ്റിയത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടാപ്പ് തെറിച്ച് പോയി അതിപ്പോൾ ഇരിക്കില്ലാത്ത അവസ്ഥയാണ്. അത് ഇനി സോൾവെൻ്റ് ഇട്ട് ഒട്ടിക്കാനൊന്നും നമ്മൾ മെനക്കെടുന്നില്ല. നമ്മളിപ്പോൾ ആ വെറുതെ വാൽവ് ഞാൻ തുറന്ന് കാണിക്കാം. ചെറുതായിട്ട് ഓപ്പൺ ആയപ്പോൾ തന്നെ മോട്ടോർ ഓണായി. അപ്പോൾ ടാങ്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വാൽവ് തുറന്നാൽ മോട്ടോർ ഓണാവും, ഓഫ് ചെയ്താൽ മോട്ടോർ ഓഫ് ആവും. ഇതായിരിക്കും അതിൻ്റെ ഫങ്ഷൻ. ഇതുപോലെ സ്വിച്ച് ചെയ്യും. ഈ സ്വിച്ചിങ് മോട്ടറിനും സ്വിച്ചുകൾക്കും എല്ലാം ദോഷം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞില്ല, അതുപോലെ റിട്ടേൺ ഹാമറിങ്. അത് NRV ഉള്ള കാരണം മോട്ടറിൻ്റെ ഇമ്പൾഡറുകളെ ഒന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഈ ലൈനിൽ അത് ആ പ്രഷർ ബാധിക്കും. റിവേഴ്സ് ഹാമറിങ് കിട്ടുന്നില്ല. അത് അനലോഗ് മറ്റേ ഷാർപ്പായിട്ടുള്ള ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിലേ അത് കിട്ടുള്ളൂ. ഈ സ്വിച്ചിങ് ആണ് നമുക്ക് വേണ്ട എന്ന് പറയുന്ന സ്വിച്ചിങ്. വീഡിയോയിൽ നിന്ന് ഏകദേശം ഈ വാട്ടർ ഹാമറിങ് എന്താണ്, ഈ ടാങ്കിൻ്റെ പർപ്പസ് എന്താണ്, എവിടെയെല്ലാമാണ് നമ്മൾ ചെറിയ 2 ലിറ്റർ 1 ലിറ്റർ എല്ലാം വരുന്ന ടാങ്കുകൾ ഉപയോഗിക്കുന്നത്, ഈ വലിയ ടാങ്കുകൾ 24, 60, 100 ലിറ്റർ പോലുള്ള ടാങ്കുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.